എന്താണ് ടോക്സിക് അംബൈലോപ്പിയ? അതൊരു ടോക്സിക് അംബൈലോപ്പിയ ഡി ടൊബാക്കോ പുകവലി കോസ്ഡ് ബൈ ടൊബാക്കോ കണ്ടെയ്നിങ് സയനൈഡ് എന്ന് പറയുന്നത് ഒരു ഗ്രാജുവലായിട്ട് കാഴ്ച പോകുന്ന അവസ്ഥയാണ്. വിഷ്വൽ ഫീൽഡ് ഡിഫക്റ്റ് ആൻഡ് ഹിൻഡേർഡ് സെൻട്രൽ വിഷൻ. എന്താണ് ലെബേഴ്സ് ഹെറിഡിറ്ററി ഒപ്റ്റിക് അട്രോഫി? ഇതൊരു മൈറ്റോകോൺട്രലി ഇൻഹെറിറ്റഡ് മദർ ടു ഓസ്പ്രി, അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ റെറ്റിനൽ ഗാംഗ്ലിയോൺ സെൽസിൽ ഡീജനറേഷൻ സംഭവിച്ച്, അതുപോലെ ആക്സോൺസിലൊക്കെ ഡീജനറേഷൻ സംഭവിച്ച് അക്യൂട്ടായിട്ടോ ഓർ സബ് അക്യൂട്ടായിട്ടോ നമ്മുടെ സെൻട്രൽ വിഷൻ മോശമാകുന്ന അവസ്ഥേനെയാണ് ലെബേഴ്സ് ഹെറിഡിറ്ററി ഒപ്റ്റിക് അട്രോഫി എന്ന് പറയുന്നത്. വാട്ട് ഈസ് ട്രോപ്പിക്കൽ അറ്റാക്സിക് ന്യൂറോപ്പതി? ഇതെന്ന് പറയുന്നത് സെൻസറി പോളിന്യൂറോപ്പതിയാണ്. സെൻസറി അറ്റാക്സിയ, ഈ രണ്ട് വശത്തും ഒപ്റ്റിക് കണ്ണിൻ്റെ അവസ്ഥ, ഒപ്റ്റിക് അട്രോഫി. അതുപോലെ തന്നെ രണ്ട് ചെവിയും സെൻസറി ന്യൂറൽ ഡെഫ്നെസ്സും. എങ്ങനെയാണ് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്? സയനൈഡ് ടോക്സിസിറ്റി. ഇതിൻ്റെ കളർ ഒരു ബിറ്റർ ആൽമണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബദാമിൻ്റെ മണവും. സയനൈഡ് ലെവൽ നോക്കുക, സെറം ലീ ജോൺസ് ടെസ്റ്റ് അതും ചെയ്യുക. ട്രീറ്റ്മെൻറ്റ് എന്താണ്? സയനൈഡ് ടോക്സിസിറ്റിൻ്റെ സ്റ്റെബിലൈസേഷൻ, ഡീകണ്ടാമിനേഷൻ, അതുപോലെ തന്നെ ആൻറ്റിഡോട്ടൽ തെറാപ്പി കൊടുക്കുക, സപ്പോർട്ടീവ് കെയർ കൊടുക്കുക. എന്താണ് ലില്ലി കിറ്റ് തെറാപ്പി? ഇതെന്ന് പറഞ്ഞാൽ ആൻറ്റിഡോട്ടൽ തെറാപ്പിയാണ്, എസ്പെഷ്യലി സയനൈഡ് ടോക്സിസിറ്റിക്ക് വേണ്ടി. 3 സ്റ്റെപ്പാണ്, 3 കെമിക്കലാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തെ കെമിക്കൽ അമൈൽ നൈട്രേറ്റ്, സോഡിയം നൈട്രേറ്റ് 3%, സോഡിയം തയോസൾഫേറ്റ് 25%. അമൈൽ നൈട്രേറ്റ്, സോഡിയം നൈട്രേറ്റ്, സോഡിയം തയോസൾഫേറ്റ് 25%. എന്താണ് ലില്ലി കിറ്റ് തെറാപ്പിയിൽ ഇതിൻ്റെ റോൾ എന്താണ്? സ്പെഷ്യലി ഇൻക്ലൂഡ് മെത്തമോഗ്ലോബിനീമിയ വിച്ച് ഹാസ് കൂടുതൽ അഫിനിറ്റിയാണ് സയനൈഡുമായിട്ട്. സൈറ്റോക്രോം ഓക്സിഡൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ അഫിനിറ്റി സയനൈഡുമായിട്ടാണ് ഈ നൈട്രേറ്റ്. നൈട്രേറ്റ് includes methemoglobinemia which has more affinity for cyanide than cytochrome A3, dissociation of cyanide cytochrome complex. എന്താണ് സോഡിയം തയോസൾഫേറ്റിൻ്റെ റോള്? ഇതൊരു സബ്സ്ട്രേറ്റ് ആയിട്ട് യൂസ് ചെയ്യും. ആക്ട് ആസ് എ സബ്സ്ട്രേറ്റ് ഫോർ റോഡാനേസ് എൻസൈം ഹെൽപ്സ് ഇൻ ദ സയനൈഡ് കാറ്റബോളൈസ് ചെയ്യാനും സയനൈഡ് കാറ്റബോളൈസ് ടു തയോസൈനൈറ്റുമായിട്ട് ഫോം ചെയ്യാനും ഇത് വളരെ നോൺ ടോക്സിക് ആണ്. എക്സ്ക്രീറ്റഡ് ത്രൂ യൂറിൻ, മൂത്രത്തിലൂടെ പോവുകയും ചെയ്യും. എന്തൊക്കെയാണ് സയനൈഡിൻ്റെ ആൻറ്റിഡോട്ടുകൾ? 4-മീഥൈൽ അമിനോഫീനോൺ, ഡൈക്കോബാൾട്ട് ഡിറ്റേറ്റ്, ഡൈക്കോബാൾട്ട് EDTA, or 4-DA-MAP, that is 4-ഡൈമീഥൈൽ അമിനോഫീനോൾ. ഹൈഡ്രോക്സി കൊബാലമൈൻ, അത് വൈറ്റാമിൻ B12 പ്രീക്കർസറാണ്. ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്. എന്തൊക്കെയാണ് നമ്മുടെ സയനൈഡ് ടോക്സിസിറ്റീൻ്റെ ഓട്ടോപ്സി ഫീച്ചേഴ്സ്? നമ്മൾ വെളിയിൽ നോക്കുമ്പോൾ ഒരു നമ്മുടെ ബദാമിൻ്റെ ബിറ്റർ ആൽമണ്ട് മണവും ഒരു റെഡ് കളറുമാണ്, ബ്രിക്ക് റെഡ് കളറുമാണ്, ഇഷ്ടികയുടെ റെഡ് കളറാണ്. അതുപോലെ തന്നെ സയനോസിസ് ഓഫ് എക്സ്ട്രിമിറ്റീസ്, എല്ലാവരും ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഉണ്ടാവും. വായിൽ നിന്നും മൂക്കിൽ നിന്നും പത വരും. ഇൻറ്റേർണലി നോക്കിക്കഴിഞ്ഞാൽ ഹെമറേജിക് ഗ്യാസ്ട്രൈറ്റിസ്, നമ്മുടെ വയറിലൂടെ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ലങ്സിലും ബ്രെയിനിലുമൊക്കെ എഡിമ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിലെ മെഞ്ചസിൽ, പ്യൂറ ലങ്സിലെ പെരിക്കാർഡിയത്തിലൊക്കെ അവിടെ ഇവിടെയായിട്ട് ബ്ലീഡിങ്, പെറ്റക്കെ ഫോർമേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏതാണ് ബെസ്റ്റ് സ്പെസിമെൻ ഫോർ സയനൈഡ് ഡിറ്റക്ഷൻ ആൻഡ് വൈ? സ്പ്ലീനാണ് ബെസ്റ്റ് ഓർഗൻ ബിക്കോസ് പ്രസൻസ് ഓഫ് എനഫ് റെഡ് ബ്ലഡ് സെൽസ് ഹാവിങ് ഹയർ കോൺസെൻട്രേഷൻ ഓഫ് പോയിസൺ. എന്താണ് സയനൈഡ് ടോക്സിസിറ്റിയുടെ ഫോറൻസിക് സിഗ്നിഫിക്കൻസ്? ഹോമിസൈഡൽ പർപ്പസ് ആർ റെയർലി യൂസ്ഡ്. ഇൻസ്റ്റൻസസ് ഇൻ ഹിസ്റ്ററി: ജോൺസ്വിൽ ട്രാജഡി, ഗ്വാനയിലും വാർ അഗൈൻസ്റ്റ് സിവിലിയൻസിലും മിഡിൽ ഈസ്റ്റിൽ. സൂയിസൈഡൽ ഏജൻറ്റ്സ്: ജർമ്മൻ നാസി നമ്മുടെ സയനൈഡ് കൺസ്യൂം ചെയ്യുമായിരുന്നു ഫോർ എ സൂയിസൈഡ് പർപ്പസ് ഇഫ് ദെയർ വെർ ടു ബി കിൽഡ് ഇൻ ഫിയർ ഓഫ്. ഈ എനിമീസ് കൊല്ലുമെന്ന് കരുതി അവർ തന്നെ സ്വയം മരിക്കുന്ന അവസ്ഥ, ആസ് എ പാർട്ട് ഓഫ് എ ജുഡീഷ്യൽ എക്സിക്യൂഷൻ. എന്താണ് ഒരു ഐഡിയൽ വാർ ഗ്യാസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ? ഇറ്റ് ഷുഡ് ബി ചീപ്പ്, വളരെ ടോക്സിക് കുറവായിരിക്കണം, ഹെവിയർ ദാൻ എയർ ആയിരിക്കണം, സ്റ്റേബിൾ ആയിരിക്കണം. വേരിയസ് ടൈപ്സ് ഓഫ് വാർ ഗ്യാസസ് ഏതൊക്കെയാണ്? ലാക്രിമറ്റൈസ് ഓർ ടിയർ ഗ്യാസ്, കണ്ണീർ വാതകം, ടിയർ ഗ്യാസ്. ലങ് ഇറിറ്റൻറ്റ്, ആക്സിഫിക്സിയൻ്റ് ഓർ ചോക്കിംഗ് ഗ്യാസ്, നമ്മുടെ ലങ്സിന് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഗ്യാസുകൾ.
വെസിക്കൻസ് ഓർ ബ്ലിസ്റ്റർ ഗ്യാസുകൾ, സ്റ്റെർനുവേറ്റേഴ്സ് ഓർ നേസൽ ഇറിറ്റൻസ് ഓർ വോമിറ്റിംഗ് ഗ്യാസ്, ഛർദ്ദിക്കുന്ന ഗ്യാസുകൾ. അതുപോലെ തന്നെ നേർവിനും ബ്ലഡ് പോയിഷൻസിനും, നമ്മുടെ നരമ്പിനും ബ്ലഡിനും ഒക്കെ പോയിഷൻ ഉണ്ടാക്കുന്ന ഓർ അരാലൈസൻസ് എന്നൊന്നും പറയും, നേർവ് ഗ്യാസ്, മിസലേനിയസ്. എന്താണ് ലാക്രിമറ്റേഴ്സ് ഓർ ടിയർ ഗ്യാസ്? ലാക്രിമറ്റേഴ്സ് ഓർ ടിയർ ഗ്യാസ് എന്ന് പറയുന്ന കെമിക്കലാണ്. അത് നമ്മുടെ കണ്ണുമായിട്ട് കോണ്ടാക്റ്റ് ആകുമ്പോൾ അവിടെ ഇറിറ്റേഷനും കണ്ണിൽ നിന്നും വെള്ളവും വരും. എന്താണ് നെയിംസ് ഓഫ് ലാക്രിമറ്റേഴ്സ്? ക്ലോറോ അസറ്റോഫീനോൾ, ബ്രോമോ ബെൻസൈൽ സയനൈഡ്, ഈഥൈലൈഡോ അസറ്റേറ്റ്, ഓർത്തോ ക്ലോറോ ബെൻസീലിഡീൻ മാരോണോനൈട്രൈൽ, ഡൈബെൻസോസാപ്പീൻസ്. എന്താണ് ലങ് ഇറിറ്റൻ്റ് ഓർ ആസ്ഫിക്സിയൻസ് ഓർ ചോക്കിംഗ് ഗ്യാസ്? ഇത് ഓരോ കെമിക്കലാണ്. അത് ലങ്സിൻ്റെ ഇറിറ്റേറ്റ് ചെയ്യും, അതിൻ്റെ പൾമോണറി എഡിമയുണ്ടാകും. എന്താണ് വൈ ആർ ലങ് ഇറിറ്റൻ്റ് ആർ ഓൾസോ നോൺ ആസ് ചോക്കിംഗ് ഗ്യാസ്? എന്തുകൊണ്ടാണ് ലങ് ഇറിറ്റൻറ്റിനെ ചോക്കിംഗ് ഗ്യാസ് എന്നും പറയുന്നത്? ബിക്കോസ് ഇത് ചോക്കിംഗ് ഗ്യാസ് എന്ന് പറയും ബിക്കോസ് ഇത് നമ്മുടെ ചെസ്റ്റിൽ ഒരു ടൈറ്റ്നസ് ആണ് ആദ്യം ഇനിഷ്യൽ സിംറ്റംസ് കാണിക്കുന്നത്. നെയിംസ് ഓഫ് ലങ് ഇറിറ്റൻറ്റ്: ക്ലോറിൻ, ഫോസ്ജീൻ, ഡിസ്ഫോസ്ജീൻ. ക്ലോറിൻ, ഫോസ്ജീൻ, ഡിസ്ഫോസ്ജീൻ. എന്താണ് ഗ്രീൻ ക്രോസ്? ഗ്രീൻ ക്രോസ് എന്ന് പറയുന്നത് ഫോസ്ജീനും ഡൈഫോസ്ജീനും അതിനെയാണ് ഗ്രീൻ ക്രോസ് എന്ന് പറയുന്നത്. എന്താണ് വെസിക്കൻസ് ഓർ ബ്ലിസ്റ്റർ ഗ്യാസ്? ദീസ് ആർ കെമിക്കൽസ് വിച്ച് കോസസ് വെസിക്കൻസ് ഓർ ബ്ലിസ്റ്റേഴ്സ് ഓൺ ദ ബോഡി. ഇത് ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാകും സ്കിന്നിൽ, ബോഡിയിൽ. അതിനെയാണ് വെസിക്കൻസ് ഓർ ബ്ലിസ്റ്റർ ഗ്യാസ് എന്ന് പറയുന്നത്. നെയിംസ് ഓഫ് വെസിക്കൻസ്: മസ്റ്റാർഡ് ഗ്യാസ്, ലെവിസിറ്റ്. മസ്റ്റാർഡ് ഗ്യാസ്, ലെവിസിറ്റ്. എന്താണ് യെല്ലോ ക്രോസ് ഓർ എപ്പറൈറ്റ്? മസ്റ്റാർഡ് ഗ്യാസ് എന്നതിനെയാണ് യെല്ലോ ക്രോസ് എന്ന് പറയുന്നത്. എന്താണ് സ്റ്റെർനുവേറ്റേഴ്സ് ഓർ നേസൽ ഇറിറ്റൻ്റ് ഓർ വോമിറ്റിംഗ് ഗ്യാസ്? ഇതെന്ന് പറഞ്ഞാൽ ഓർഗാനിക് കോമ്പൗണ്ടാണ്. ഇത് ആണ് നേസൽ ഇറിറ്റേഷനും തലവേദനയും ഒരുപാട് തുമ്മലും വായിലൊക്കെ വേദനയും ഒരുപാട് തുപ്പലും സലൈവേഷനും ഛർദിയും വൊമിറ്റിങ്ങും നമ്മുടെ ചെസ്റ്റിനൊക്കെ ഒരു ടൈറ്റ്നസ്സും കൊടുക്കും. എന്താണ് സ്റ്റെർനുവേറ്റേഴ്സ്? ഡൈഫീനൈൽ ക്ലോറാസിൻ, ഡൈഫീനൈലാമൈൻ ക്ലോറാസിൻ, ഡൈഫീനൈൽ സൈനാർസിൻ. എന്താണ് നെർവ് ആൻഡ് ബ്ലഡ് ഗ്യാസ് ഓർ പാരലൈസൻ്റ്? നെർവ് ഗ്യാസ് എന്ന് പറയുന്ന ഓർഗനോഫോസ്ഫറസ് ആൻറ്റി കോളിനെസ്റ്ററേസ് ആണ്. ഇത് എക്സേർട്ട് ചെയ്യുന്നത് ഈ ടോക്സിക് എഫക്റ്റ് ബൈ ഇൻഹിബിറ്റിംഗ് അസറ്റൈൽ കോളിനെസ്റ്ററേസ്. അസറ്റൈൽ കോളിനെസ്റ്ററേസ് എന്ന എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്താണ് ഈ നെർവസ് ഏജൻ്റായ ഓർഗനോഫോസ്ഫറസ് ആൻറ്റി കോളിനെസ്റ്ററേസ്. നെയിംസ് ഓഫ് നെർവ് ഗ്യാസ്: ടോക്സിക് കെമിക്കൽസ് ആക്ഷൻ ലൈക്ക് അസറ്റൈൽ കോളൈൻ, ടാബു, സാറിൻ, സോമൻ. വി ഏജൻ്റ് VEE, VM, VX. എന്താണ് യെല്ലോ ഓർ റെഡ് റെയിൻ എന്ന് പറയുന്നത്? 2 ഗ്യാസ് കളേർഡ് യെല്ലോ ആൻഡ് റെഡ് സ്ട്രക്ക് ലാവോയിറ്റിൻ ട്രിപ്സ്മെൻ ഹു എക്സ്പീരിയൻസ് ദ കമ്പൈൻഡ് എഫക്റ്റ് ഓഫ് മസ്റ്റാർഡ് ഗ്യാസ്, ഫോസ്ജീന്, ക്ലോറിൻ ആൻഡ് നെർവ് പോയിസൺ. ഏത് ഗ്യാസാണ് ഭോപ്പാൽ ട്രാജഡിയിൽ 1984 സംഭവിച്ചത്? മീഥൈൽ ഐസോസൈനേറ്റ്. എന്താണ് ആസ്പിരിൻ്റെ അതർ പേര്? അസറ്റൈൽ സാലിസിലിക് ആസിഡ്. എന്തൊക്കെയാണ് ആസ്പിരിൻ്റെ യൂസ്? ആൻറ്റിപയററ്റിക്, അനാൽജസിക്, പനി കുറയ്ക്കും, വേദന കുറയ്ക്കും, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ. അതുപോലെ തന്നെ സെർബ്രോ വാസ്കുലാർ ഇസ്കീമിക് ഇവൻറ്റ്സ്, ആൻജൈന പെക്ടോറിസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി. കോളോൺ ക്യാൻസറിലും മൈഗ്രെയിനിലും ഒക്കെ യൂസ് ചെയ്യും. എങ്ങനെയാണ് മോഡ് ഓഫ് ആക്ഷൻ ഓഫ് ആസ്പിരിൻ? ഇത് റെസ്പിറേറ്ററി സെൻറ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ ATPൻ്റെ പ്രൊഡക്ഷനെ കുറയ്ക്കും. അതുപോലെ തന്നെ ലാക്റ്റേറ്റിൻ്റെ പ്രൊഡക്ഷനെ കൂട്ടും. ഗ്യാസ്ട്രിക് മ്യൂക്കോസ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കും. ഒരു ആസ്പിരിൻ ടോക്സിസിറ്റീൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇഡിയോസിൻക്രസി ഓർ ഓവർഡോസ്, ഇറിറ്റൻ്റാണ്. പിന്നെ ഛർദ്ദിക്കുമ്പോൾ ബ്ലഡ് ഒരുപാട് കാണും, മലീന. അതുപോലെ തന്നെ ഹൈപ്പോ പ്രോത്രോംബിനെ കുറയ്ക്കും. ആസിഡ് ബേസ് ഇൻബാലൻസ്. എന്താണ് സാലിസിലിസം? ഒരു ക്രോണിക് ആസ്പിരിൻ പോയിസണിങ്ങിനെയാണ് സാലിസിലിസം എന്ന് പറയുന്നത്. എന്താണ് ട്രീറ്റ്മെൻറ്റ് സാലിസിലിസത്തിൻ്റെ? ഡീകണ്ടാമിനേഷൻ, ഫോഴ്സ്ഡ് ആൽക്കലൈൻ ഡ്യൂറസിസ് കൊടുക്കുക, വൈറ്റമിൻ K കൊടുക്കുക, പെരിറ്റോണിയൽ ഡയാലിസിസ്, ഹീമോഡയാലിസിസ് കൊടുക്കുക. പാരസെറ്റാമോളിൻ്റെ വേറൊരു പേരെന്താണ്? അസറ്റാമിനോഫൻ. എന്തൊക്കെയാണ് പാരസെറ്റാമോളിൻ്റെ യൂസ്? ചൂട് കുറയ്ക്കുക, വേദനാസംഹാരി. എന്തൊക്കെയാണ് മോഡ് ഓഫ് ആക്ഷൻ ഓഫ് പാരസെറ്റാമോൾ? 90% ഹെപ്പാറ്റിക് കോൺജുഗേഷൻ അല്ലെങ്കിൽ 10% N-അസറ്റൈൽ പാരാബെൻസോക്വിനോനമീൻ. എന്തൊക്കെയാണ് നമ്മുടെ പാരസെറ്റാമോൾ ടോക്സിസിറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ്? ഡീകണ്ടാമിനേറ്റ് ചെയ്യുക, N-അസറ്റൈൽ സിസ്റ്റീൻ കൊടുക്കുക,
മെത്തിയോണിൻ കൊടുക്കുക. എന്താണ് ഇക്തിയോ തൈറോടോക്സിക്കോസിസ്? ഇക്തിയോടൈറോടോക്സിക്കോസിസ് എന്ന് പറയുന്നത് ഇക്തിയോടോക്സിസ് എന്ന് പറയുന്നത് ഈ മീനുകൾ ഉണ്ടാക്കുന്ന ടോക്സിസിറ്റീനെയാണ് ഇക്തിയോടോക്സിക്കോസിസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ഫിഷ് ടോക്സിൻസ്? ടെട്രോഡോക്ടോക്സിൻ, ഈ പഫർ ഫിഷ് എന്ന് പറയുന്ന സാധനം, മീനുകൾ, പൊക്രോപിൻ ഫിഷ്, ഓഷ്യൻ സൺഫിഷ്, ട്രിഗർ ഫിഷ്, ഇതെല്ലാം ടെട്രോഡോടോക്സിനാണ്. സിങ്കോടോക്സിൻ എന്ന് പറഞ്ഞാൽ മുള്ളറ്റ്, ജാക്കറ്റ്, കിങ് മാരക്കൽ, ബാറാക്കുഡാസ്. സ്കോംബ്രോടോക്സിന് ടൂണ, ചൂര, മാക്രൽ, ബ്ലൂ ഫിഷ്, മഹിമ, മാഹി, ജാക്ക്, ഹെറിൻ, മാർലിൻ. അതുപോലെ തന്നെ ഷെൽഫിഷ് പോയ്സണിംഗ് ഉണ്ട്, പാരാലൈറ്റിക് ഷെൽഫിഷ് പോയ്സണിംഗ് ഉണ്ട്. പിന്നെ ബ്രവറ്റോക്സിൻ ഷെൽഫിഷ് പോയ്സണിംഗ് ഉണ്ട്. കുറച്ച് പോയ്സണസ് മഷ്റൂമിൻ്റെ പേരുകൾ പറയും. അമാനിറ്റ ഫാലോയിഡ്സ്, കോണോസൈഫൈലാരിസ്, വെബ് ക്യാപ്പ്, കൊർട്ടിനാറിയസ് സ്പീഷീസ്, ഓട്ടം സ്കൾ ക്യാപ്പ്, ജാലേറിന മാർജിയാനാറ്റ, ഡെസ്ട്രോയിങ് ഏഞ്ചൽസ്, അമാനിറ്റ സ്പീഷീസ്, പോഡോസ്ട്രോമ കൊർണുവ ഡമാൽ. ഡെഡ്ലി ഡാപ്ലിംഗ് എന്ന് പറഞ്ഞാൽ ലിപ്പിയോട്ട ബ്രൂണീനോ കർണാറ്റ. എന്താണ് ഡെത്ത് ക്യാപ്പ്? അമാനിറ്റ ഫാലോയിഡ്സിനെയാണ് ഡെത്ത് ക്യാപ്പ് എന്ന് പറയുന്നത്. കുറച്ച് എഡിബിൾ മഷ്റൂമിനെ, കഴിക്കാൻ പറ്റുന്ന മഷ്റൂമിൻ്റെ പേരുകൾ പറയാമോ? മോറൽ മഷ്റൂം, ഷിറ്റേക്ക് മഷ്റൂം, എനോക്കി മഷ്റൂം, ഓയസ്റ്റർ മഷ്റൂം, മെയ്റ്റാക് മഷ്റൂം, ഹെൻ ഓഫ് ദ വുഡ്, റീൻഷി മഷ്റൂം, ബട്ടൺ മഷ്റൂം. എന്താണ് ഫുഡ് പോയ്സണിങ്? ഇതുണ്ടാകുന്ന ചോദിച്ചാൽ ഈറ്റിംഗ് കണ്ടാമിനേറ്റഡ്, സ്പോയിൽഡ് ഓർ ടോക്സിക് ഫുഡ് കഴിക്കുമ്പോൾ മാനിഫെസ്റ്റ് ചെയ്യും. ഓക്കാനം, ഛർദി, വയറുവേദന, വയറിളക്കം, ഇതിനൊക്കെയാണ് പറയുന്നത്. ഫുഡ് പോയ്സണിങ്ങിൻ്റെ മെയിൻ കോസസ് ബാക്ടീരിയ, ഇസറൈസെ കോളെ, ലിസ്റ്റീരിയ, സാൽമോണല, കാമ്പേലോബാക്ടർ, ക്ലോസ്ട്രീഡിയം ബോട്ടിലിസം, ടോക്സോപ്ലാസ്മ, പാരസൈറ്റ്. വൈറസിൻ്റെ അകത്ത് നോർവേ വൈറസ്, സാപ്പിയോ വൈറസ്, റോട്ടാ വൈറസ്, അസ്ട്രോ വൈറസ്, ഹെപ്പറ്റൈറ്റിസ് എ. എന്താണ് ബോട്ടിലിസം? ബാക്ടീരിയൽ മൈക്രോബിയൽ ഫുഡ് പോയ്സണിങ് കോസ്ഡ് ബൈ ക്ലോസ്ട്രീഡിയം ബോട്ടിലിനിയം. എന്താണ് ഡ്രഗ് അബ്യൂസ് ഓർ സബ്സ്റ്റൻസ് അബ്യൂസ് എന്നാൽ ഹാബിച്വൽ കൺസപ്ഷൻ ഓഫ് എ ഡ്രഗ് ഫോർ എനി റീസൺ അതർ ദാൻ എ മെഡിക്കൽ വൺ. ഒരു ചികിത്സയിലല്ലാതെ ഹാബിച്വലായിട്ട് ഏത് ഡ്രഗ് യൂസ് ചെയ്യുന്നു അതിനെ ഡ്രഗ് അബ്യൂസ്, സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയാം. എന്താണ് WHO ഡെഫിനിഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത്? അക്കോർഡിംഗ് ടു WHO, ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റാണ്, ഒരു കണ്ടീഷനാണ്, സൈക്കിക്, സംടൈംസ് ഫിസിക്കൽ, റിസൾട്ടിങ് ഫ്രം ഒരു ലിവിങ് ഓർഗാനിസവും ഡ്രഗുമായിട്ടുള്ള. അവിടെയാണെങ്കിൽ അവരുടെ ബിഹേവിയറും അതുപോലെ തന്നെ എൻ്റെ റെസ്പോൺസും ഓൾവേസ് ഇൻക്ലൂഡ് എ കമ്പൾഷൻ. എപ്പോഴും ആ ഡ്രഗ്, കമ്പൾഷൻ ടു ടേക്ക് ദ ഡ്രഗ് ഓൺ ആൻഡ് കണ്ടിന്യൂസ് ഓർ പീരിയോഡിക് ബേസിസ് in order to experience a psychic effect or sometimes to avoid discomfort or in its absence. കോമൺലി അബ്യൂസ്ഡ് ഡ്രഗ് എന്ന് പറയുന്നത് കൊക്കൈന്, കനാബിസ്, ഹെറോയിന്, ഇൻഹേലൻ്റ്, പ്രിസ്ക്രൈബ്ഡ് ഡ്രഗ്സ് ഇൻക്ലൂഡിങ് ഒപ്പിയോയിഡ്, മെതാംഫിറ്റാമിൻ, അനബോളിക് സ്റ്റീറോയിഡ്, ക്ലബ് ഡ്രഗ്. എന്തുകൊണ്ടാണ് ഡ്രഗ് അബ്യൂസ് ഉണ്ടാകുന്നത്? ടു ഫീലിംഗ് ഓഫ് യൂഫോറിയ, ഹൈ. അതുപോലെ തന്നെ ടു എൻഹാൻസ് ദ അത്ലറ്റിക് എബിലിറ്റി, സ്റ്റീറോയിഡ്. എന്താണ് ഡ്രഗ് അഡിക്ഷൻ? അഡിക്ഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് പീരിയോഡിക് ഓർ ക്രോണിക് ഇൻടോക്സിക്കേഷനാണ്. ഒരുപാട് നാളായിട്ട് ഇയാൾ ഇത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രൊഡ്യൂസ്ഡ് ബൈ റിപ്പീറ്റഡ് കൺസപ്ഷൻ ഓഫ് എ ഡ്രഗ്. അത് ആ ഇൻഡിവിജ്വലിന് ഹാംഫുള്ളാണ്, അത് സൊസൈറ്റിക്കും ഹാംഫുള്ളാണ്. അങ്ങനെ ഒപ്പിയം ആൻഡ് ഡെറിവേറ്റീവ്സ്. എന്താണ് സ്റ്റേജസ് ഓഫ് അഡിക്ഷൻ്റെ? സ്റ്റേജസ് ഓഫ് ഹാബിച്വേഷന്, പിന്നെ അത് ഫിസിക്കൽ ഡിപ്പെൻഡൻസ് ഉണ്ടാവും, പിന്നെ ടോളറൻസ്. എന്താണ് ഹാബിച്വേഷൻ എന്ന് പറയുന്നത്? റിപ്പീറ്റഡായിട്ടൊരു ഡ്രഗ് കൺസ്യൂം ചെയ്യുമ്പോൾ ഒരു സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസി ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ കഫീന്, നിക്കോട്ടിന്. എന്താണ് ഡ്രഗ് ഡിപ്പെൻഡൻസ്? അതിന് നമുക്ക് ഡ്രഗ് അഡിക്ഷനും ഹാബിച്വേഷനുമായിട്ടും കമ്പൈൻ ചെയ്യുന്നതാണ് ഡ്രഗ് ഡിപ്പെൻഡൻസ്. എന്തൊക്കെയാണ് സിംറ്റംസ് ഓഫ് ഡ്രഗ് ഡിപ്പെൻഡൻസി? വെയിറ്റ് കുറയുന്നു, വിശപ്പില്ലായ്മ, ഒരു ഗേറ്റൊക്കെ ആണെങ്കിൽ അവിടെ എവിടെയും തൂങ്ങി നമ്മൾ നടക്കുന്നു, സംസാരം കുറയുന്നു, പിന്നെ ഒരു ഇൻട്രസ്റ്റും കാണിക്കുന്നില്ല, ആങ്സൈറ്റി, വല്ലാത്ത വിഷമം, സങ്കടം, മൂഡ് എപ്പോഴും ചേഞ്ച് ചെയ്യുന്നു, ടെമ്പർ ടാൻറ്ററും, പ്രിഫറൻസ് ഫോർ സോളിറ്റ്യൂഡ്, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. താങ്ക് യു.